നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ കെട്ടിയ ചരടിൽ ചലിക്കുന്ന പാവയല്ല ഈ മീനാക്ഷി. അതോ നീയും കൂടി ചേർന്നാണോ നിന്റെ വളർത്തു മകനോട് ഈ ചതി ചെയ്തത്? അത് ചെയ്യാനും ഇവള് മടിക്കില്ലേ? എനിക്ക് സംശയമുണ്ട് ഇതിന്റെ പിന്നിൽ ഇവളും ഉണ്ടോന്ന്. എന്തെയും കൈമളേട്ടാ? എനിക്കറിയില്ല രാജലക്ഷ്മി. അപമാനം, വല്ലാത്ത നാണക്കേട്. വിഷമിക്കുന്നുണ്ടോ? വിഷമിക്കണം. ഇവളെ ഇങ്ങ് തന്നേക്കാൻ മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞതാ. അപ്പതേ ഇവളുടെ വാക്കായിരുന്നു നിങ്ങൾക്ക് പ്രധാനം. സഹതാപ തരംഗത്താൽ ഇവളെ രാജലക്ഷ്മി അമ്മ ദത്തെടുക്കുന്നു. നന്ദിനി എന്നോടുള്ള പക വീട്ടാൻ മീനാക്ഷി ദത്തെടുക്കുന്നു. ദത്ത് കുടുംബം. എന്നിട്ടിപ്പോ എന്തായി? തകർത്തില്ലേ ദത്തുപുത്രികൾ? ഈ ചെമ്പകമംഗലം, ഈ ചെക്കന്റെ ജീവിതമാകെ തകർന്നു പോയില്ലേ? ഇനി എത്ര തേച്ചാലും കുളിച്ചാലും മാറോ ഇവന്റെ മേൽ വന്നു പതിച്ച ഈ അപമാനം? ഇവൻ ഇനി എന്ത് ചെയ്യും? എങ്ങനെ ഈ കുട്ടിയെ വളർത്തും? അമ്മയില്ലാത്തൊരു കുഞ്ഞായി ഇതിന് വളരേണ്ടി വരില്ലേ? ഇതിനൊക്കെ കാരണക്കാരിയായി ഒരുത്തി ഇവിടെ നിൽക്കുക. ഇവക്ക് മാപ്പ് കൊടുത്ത് വിട്ടയക്കാൻ ഈ സാവിത്രി അനുവദിക്കില്ല. നിങ്ങളാരും ഒന്നും ചെയ്തില്ലെങ്കിൽ ഇവളെ ഞാൻ കൈകാര്യം ചെയ്യും. ഇവളുടെ മനസ്സിൽ പല ഉദ്ദേശങ്ങളും ഉണ്ടായിരുന്നു. അതായിരിക്കും ഇവള് മൈഥിലി ഓതി ഓതി ആ വൈശാഖന്റെ കൂടെ പറഞ്ഞയച്ചത്. ഇവന്റെ ഉറക്കത്തിൽ പോലും ഇവനെ വഞ്ചിച്ചവളാ മൈഥിലി. ആ മൈഥിലിക്ക് അതിനുള്ള ധൈര്യം പകർന്നത് ഇവളാ. ഇവൾ ഒറ്റ ഒരുത്തി. അച്ഛനും അമ്മ എന്താ മിണ്ടാ നിൽക്കുന്നത്? എടുക്ക് ഇവളുടെ കാര്യത്തിലൊരു തീരുമാനം. ഇവളുടെ കാര്യത്തിൽ ഇനിയൊരു തീരുമാനം എടുക്കുന്നത് അവരാരുമല്ല, ഞാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.